റഷ്യയുടെ അതിർത്തി കടന്ന് കുർസ്ക് മേഖലയിലേക്കുള്ള യുക്രൈന്റെ കടന്നുകയറ്റവും റഷ്യൻ ഗ്യാസ് കേന്ദ്രത്തിന് നേർക്ക് ഉയർത്തിയ ഭീഷണികളുമെല്ലാം ഇപ്പോൾ ബൂമറാങ് പോലെ യുക്രൈന്റെ നേർക്ക് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. 2022 സെപ്റ്റംബറിൽ ബാൾട്ടിക് കടലിലെ നോർഡ് സ്ട്രീം അണ്ടർ വാട്ടർ ഗ്യാസ് പൈപ്പ് ലൈനുകൾ ബോംബാക്രമണം നടത്തിയതിനു ശേഷം അമേരിക്കയുടെ വാക്കും കേട്ട് ടാർക്ക് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈൻ ലക്ഷ്യമിടാൻ ഒരുങ്ങിയ യുക്രൈന് മാനം പോയത് മിച്ചം. റഷ്യയിലെ ക്രാസ്നോദർ മേഖലയിലെ ഗൈക്കോട്സോർ ഗ്രാമത്തിന് സമീപമുള്ള ഗ്യാസ് കംപ്രസർ സ്റ്റേഷനിൽ 9 കാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി യുക്രൈൻ നടത്തിയ ആക്രമണം റഷ്യ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. കരിങ്കടലിലൂടെ തുർക്കിയിലേക്കും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യ പ്രകൃതിവാതകം എത്തിക്കുന്ന ടർക്ക് സ്ട്രീം പൈപ്പ് ലൈനിന്റെ പ്രവർത്തനത്തിന് നിർണായക പങ്കുവഹിക്കുന്ന കേന്ദ്രമാണിവിടം. ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് ആക്രമണത്തിന് പിന്നാലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. യൂറോപ്പിന്റെ ഊർജ്ജ സുസ്ഥിരതയെ തകർക്കുന്ന നടപടികളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നതായും ലവ്റോവ് ആരോപിക്കുകയും ചെയ്തു. യുക്രൈനെ മുൻനിർത്തി യൂറോപ്യൻ യൂണിയന്റെ ഊർജ്ജക്ഷേമത്തെ നശിപ്പിക്കുന്ന ഭീകരാക്രമണങ്ങൾ നടത്താനാണ് അമേരിക്ക പദ്ധതിയിടുന്നതെന്നും ലവ്റോവ് കുറ്റപ്പെടുത്തി. രാജ്യത്ത് കയറിക്കളിച്ച യുക്രൈനെയും അമേരിക്കയും ഇപ്പോൾ യുക്രൈന്റെ സൈനിക വ്യാവസായിക സമുച്ചയത്തെ പോഷിപ്പിക്കുന്ന യുക്രൈനിലെ ഗ്യാസ് എനർജി സമുച്ചയങ്ങൾക്കെതിരെ സംയുക്ത ആക്രമണം നടത്താനിരിക്കുകയാണ് റഷ്യ. ജനുവരി 15 പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റഷ്യൻ സേന ലക്ഷ്യം കൈവരിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റഷ്യയ്ക്കുള്ളിലെ ടാർക്ക് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈൻ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പകരമായി യുക്രൈനിന്റെ ഊർജ്ജ വിതരണ കേന്ദ്രം ലക്ഷ്യമിടുന്നതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല എന്നാണ് റഷ്യൻ സ്റ്റേറ്റ് ഡുമ ഡിഫൻസ് കമ്മിറ്റി ചെയർമാൻ ആൻഡ്രി കർട്ടോപോളോവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. യുക്രൈനിലെ ഗെമലിസ്റ്റിക്, വിന്നസ്റ്റ, ഇവോനോ ഫ്രാങ്ക്സോവ്കോ, എൽവീവ്, ഗർക്കോവ് മേഖലകളിലാണ് ആക്രമണം നടന്നത്. പിന്നാലെ ഗർക്കോവ്, സുമി, പോൾട്ടാവ എന്നിവിടങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും അടിയന്തര വൈദ്യുതി തടസ്സമുണ്ടായതായി യുക്രൈൻ ഊർജ്ജ കമ്പനിയായ ഉക്രൈനോർഗോ പ്രസ്താവനയിൽ പറഞ്ഞു. റഷ്യയുടെ ബ്രയാൻസ്റ്റിക് മേഖലയിൽ നടത്തിയ ആക്രമണത്തിലും യുക്രൈന് വലിയ നാണക്കേടാണ് ഉണ്ടായത്. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തോട് കിടപിടിക്കാൻ പോയിട്ട് ഒടുക്കം മാനം പോയതല്ലാതെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാൻ വ്ളാഡിമിർ സെലൻസ്കിക്കും കൂലിപ്പടയാളികൾക്കും കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ നിർമ്മിത 6 ATACMS മിസൈലുകളും 6 ഫ്രാങ്കോ ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകളുമാണ് റഷ്യയിലേക്ക് യുക്രൈൻ തൊടുത്തുവിട്ടത്. 30-ലധികം ഫിക്സഡ് വിംഗ് കാമിക്കേസ് ഡ്രോണുകളും ആക്രമണത്തിൽ ഉപയോഗിച്ചു. എന്നാൽ തങ്ങളുടെ വ്യോമാതിർത്തി കടന്നെത്തിയ മിസൈലുകളും ഡ്രോണുകളും തകർത്തതായി റഷ്യൻ വ്യോമ പ്രതിരോധ സേന വ്യക്തമാക്കി. ക്രിമിയൻ പെനിൻസുല ലക്ഷ്യമിട്ട് കരിങ്കടലിന് മുകളിലൂടെ പോയ 2 സ്റ്റോം ഷാഡോ മിസൈലുകളും വെടിവെച്ചിട്ട കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് ചൂട് പിടിക്കുന്നതിനുള്ള റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസമാണിത്. ഒരു വശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അമേരിക്ക നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഖാന്തരം സമാധാനത്തിന് ശ്രമിക്കുന്നു എന്ന് പറയുന്ന യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയുടെയും അമേരിക്കയുടെയും ഇരട്ടത്താപ്പ് നയത്തിനെതിരെ തിരിച്ചടിയാണ് ബ്രയാൻസ്കിലും യുക്രൈനിലെ ഗ്യാസ് എനർജി സമുച്ചയങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ.